ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, ഒരു ഡെയിലി വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇന്ന് 1-ാം തീയതിയാണ് മലയാള മാസം. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. തലേ ദിവസം തന്നെ കുറേ ജോലികളൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ പണി കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ട് തന്നെ തലേന്ന് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ എണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ തൈര് കറി ഉണ്ടാക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിയുവാണ്. ഇപ്പോൾ തലേന്ന് തന്നെ തോരത്തിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് അതും എളുപ്പമായി. അത് ഓൾറെഡി അടുപ്പിൽ ഞാൻ വെച്ചേക്കുക. തോരത്തിനുള്ളത് വേവുന്ന സമയത്തേക്കും നമുക്ക് തേങ്ങ തിരുവി അതിനുള്ള അരപ്പ് സെറ്റാക്കാം. എനിക്കൊരു 1 മണിക്കൂറിനകത്ത് വെച്ചിട്ട് പണിയെല്ലാം ഒതുക്കിയാൽ മാത്രമേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. വീട്ടിൽ പോയിട്ട് വേണം കുളിച്ച് റെഡിയായി പോകാൻ. സോ അതുകൊണ്ട് എല്ലാം ഷടപടേ ചെയ്യുവാണ്. തോരൻ അപ്പുറത്തെ അടുപ്പിലാവുമ്പോഴേക്കും നമുക്ക് തൈര് കറി വെക്കാം. തൈര് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, സവാള അതുപോലെ നല്ല രീതിയിലൊന്ന് വഴറ്റി എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടി, ഉപ്പും ഇട്ട് വഴറ്റി എടുത്തിട്ട് തൈര് വീത്തുമ്പോഴേക്കും തൈര് കറി റെഡി. ഞാൻ സാധാരണ വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പാത്രങ്ങളെല്ലാം അപ്പപ്പോൾ കഴുകി വെക്കുകയോ ചെയ്യാറ്. പക്ഷെ ഇത്തവണ വീഡിയോ എടുക്കുന്നത് കൊണ്ട് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരു അറ്റത്താക്കിയിട്ട് ഒരുമിച്ചാട്ടോ കഴുകുന്നത്. ഇനി അടുത്ത ജോലി ഉണ്ടാക്കിയതെല്ലാം ഓരോ പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. തോരനും തൈര് കറിയും കടലക്കറിയും ഒക്കെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തു. ഓരോ ജോലി തീരും തോറും പാത്രങ്ങൾ എവിടെ നിന്നറിയില്ല ഇങ്ങനെയും വന്നുകൊണ്ടേയിരിക്കും. പാത്രം കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് കഴുകി തീർക്കും. അതേസമയം മുത്താണെങ്കിൽ നല്ല ലാഗ് എടുത്തായിരിക്കും കഴുകുക. പിന്നെ ഫുഡ് ഉണ്ടാക്കിയ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ മുത്തിനെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ചെന്നത്. അപ്പോഴും പുള്ളിക്കാരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ ശല്യം ചെയ്യാണ്ട് നേരെ തന്നെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പോഴേക്കും അമ്പലത്തിൽ പോകണമല്ലോ, അമ്മ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞാൻ ഇനി ചെന്നിട്ട് വേണമല്ലോ കുളിക്കാനൊക്കെ. അപ്പോൾ എല്ലാ മാസവും ഞാൻ 1-ാം തീയതി ഇരിക്കാൻ അവിടെ പോകാറുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ കൾച്ചർ എവിടെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ വീട്ടുകാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈനീട്ടം വാങ്ങുമ്പോൾ അമ്മയ്ക്ക് അത് നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാനും അതുകൊണ്ട് അമ്മയുടെ നിന്നായിരിക്കും മിക്കപ്പോഴും കൈനീട്ടം വാങ്ങാറ്. ഇത് അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൃഷിസ്ഥലത്തു നിന്നുണ്ടായ പൂക്കളാട്ടോ. രാവിലെ 5:30 എണീറ്റത് കൊണ്ട് തന്നെ ജോലികളെല്ലാം ഒതുക്കി. ഇനി പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, ചെല്ലുക, ഫുഡ് കഴിക്കുക. അതുകൊണ്ട് തന്നെ ഇനി സമാധാനത്തിൽ അമ്പലത്തിൽ പോയിട്ട് വരാം. എനിക്ക് 2 അമ്പലങ്ങളിൽ പോകണം. ഒന്ന് നമ്മുടെ മുത്താരമ്മൻ ക്ഷേത്രത്തിലും ഒന്ന് കൃഷ്ണൻകോവിലിലും. ആദ്യം കൃഷ്ണൻകോവിലാട്ടോ പോകുന്നത്. ഇതാണ് കൃഷ്ണൻകോവില്. പരമാവധി എല്ലാ മാസവും ഞാൻ അമ്പലങ്ങളിൽ പോവാറുണ്ട്. അറ്റ്ലീസ്റ്റ് 1-2 അമ്പലങ്ങളിൽ ഞാൻ പോവാൻ ശ്രമിക്കാറുണ്ട്. അതൊരാശ്വാസമാണല്ലോ. അവിടുത്തെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഞാനും അമ്മയും ഇറങ്ങി. അടുത്തത് മുത്താരമ്മൻ കോവിലാണ്. ഇവിടെയാണ് ഞാൻ എല്ലാ മാസവും മുടങ്ങാണ്ട് പോകുന്നത്. എനിക്കങ്ങനെ 2 അമ്പലത്തിൽ നിന്നും 1-ാം തീയതി കൈനീട്ടം കിട്ടി. പണ്ടൊക്കെ അമ്പലത്തിൽ 1-ാം തീയതി ദിവസം ഞങ്ങൾ മസ്റ്റായിട്ട് പോയിരിക്കും. കാര്യം പോറ്റിയിൽ നിന്ന് 1 രൂപയുടെ 1-ാം തീയതി കൈനീട്ടം വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ടും സമയം ഏകദേശം 8 മണിയൊക്കെ ആയതേ ഉള്ളൂ. ഞാൻ പിന്നെ അവിടുന്ന് നേരെ മുത്തിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴേക്കും മുത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് ചായക്കുള്ളിലേക്ക് വെച്ചു. കാര്യം ഇനി കാപ്പി കുടിക്കണം, എല്ലാം പാക്ക് ചെയ്യണം, പോകണം. പാൽ ചായ അല്ല കേട്ടോ, ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുന്നത്. കട്ടൻ ചായ ആവുന്ന ആ ഒരു ടൈമിലത്തേക്ക് ഞാൻ ചോറൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാറാൻ വേണ്ടിയിട്ട്. അച്ഛനായിരുന്നു ചോറൊക്കെ വെച്ചേ. ആ ഒരു ടൈമിലേക്കും കട്ടൻ ചായ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തോരൻ, അച്ചാറ്, തൈര് കറിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറി മുത്തിൻ്റെ അമ്മ വെച്ചത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മീൻകറിക്ക് പകരം കൊണ്ടുപോകാന്ന് വെച്ചത്. കാര്യം മീൻകറി എനിക്ക് വെക്കാൻ അറിയില്ല, മുത്ത് എണീറ്റാലേ വെക്കാൻ പറ്റുള്ളായിരുന്നു. മുത്ത് ഇനി വേണം വന്ന് വെക്കാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടലക്കറി കൊണ്ടുപോകാന്ന്. മുത്തവിടെ മീൻകറിക്കുള്ളതെല്ലാം അരിഞ്ഞ് പറക്കണ ആ ഒരു ടൈമിൽ കാപ്പി കുടിക്കാനുള്ള എനിക്ക് പോകാനുള്ള ടൈമായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുക. ഞാൻ ആ ടൈമിൽ മുത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് അലയ്ക്കുമായിരുന്നു. ഞാൻ പോയിട്ട് ഇത്രയും നേരമായി, ഒന്ന് എണീറ്റ് ചെയ്തുകൂടായിരുന്ന, എങ്കിൽ എനിക്ക് മീൻകറി കൊണ്ടുപോകൂടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ മുത്തും കൂടിയാണ് പോവാറ്. പക്ഷേ മുത്തിന് ക്ഷീണം കാണും, പാവം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എക്സ്ക്യൂസ് കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ അമ്പലത്തിൽ കൊണ്ടുപോവാറുണ്ട്. ഞാൻ എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് സമയം 9 മണി ആകാറായി. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. ഇനി നേരെ ഓഫീസിലോട്ട്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റ് 9:30 അവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷട്ടപ്പടയും സ്പീഡിന് പോവേണ്ടി വരും. ഫസ്റ്റ് നമുക്ക് 9:30 മുതൽ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും, ടീം മീറ്റിംഗ്. ആ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ വർക്കിലോട്ട് കടക്കുന്നത്. പിന്നെ എനിക്കൊരു വെബിനാർ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് എഴുതിയൊക്കെ
എടുക്കുന്നത്. ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ടൊന്നും തന്നെ ഉണ്ടാവത്തില്ല. കുറച്ച് നേരം സിസ്റ്റത്തിൽ നോക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദന എടുത്ത് തുടങ്ങും. അതുകൊണ്ടാട്ടോ ഞാൻ കണ്ണാടി വെക്കുന്നത്. ഞാൻ കുറച്ച് നേരം കണ്ണാടി വെക്കാണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ മൊത്തം കണ്ണാടി വെച്ചിട്ടായിരിക്കും സിസ്റ്റം യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വിഷ്ണു ഫ്രൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് തന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് ശരിക്കും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി ആ ടൈമിലത്തേക്ക്. രാവിലെ കുളിച്ചതിൻ്റെ മുടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഉണങ്ങിയത്. അപ്പം ഞാൻ പോയി മുടിയൊക്കെ ഒന്ന് വാരി കെട്ടിയിട്ട് ഇനി സമാധാനത്തിൽ ഫുഡ് കഴിക്കാമല്ലോ, ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്കൊരു 12:30 മുതൽ 2 മണിക്കകത്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ച് തീർന്നിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൊച്ചു പാൻട്രി ആണിപ്പോൾ. അപ്പോൾ അവിടെ കുറച്ച് ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ അറ്റ് എ ടൈം ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചില ദിവസം ഞാൻ 12:30 കയറും, ചില ദിവസം 12:45, 1 മണി, വിശപ്പിൻ്റെ ഒരു കാഠിന്യം അനുസരിച്ചിരിക്കും. ഇന്ന് എൻ്റെ കൂടെ ഞാനും വിഷ്ണു 2 പേരും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരായിരുന്നു ഇന്ന് പാൻട്രിയിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചത്. സോനി ചേച്ചിനെ കാണിക്കട്ടെ. ഫുഡെല്ലാം കഴിച്ച് നേരെ താഴോട്ട് പോയിട്ട് കുറച്ച് നേരം ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നിട്ടായിരിക്കും കേട്ടോ അകത്തോട്ട് കയറുക. ആ ടൈമിൽ ബാക്കി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വരും. പിന്നെ വീണ്ടും ബാക്ക് ടു വർക്ക്. വീണ്ടും ഞാൻ എൻ്റെ സിസ്റ്റത്തിന് മുന്നിൽ പോയിരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ സിസ്റ്റത്തിൻ്റെ വാൾപേപ്പർ? ഞാൻ ഈ ഇടയ്ക്ക് ഇട്ടാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡെഡ്പൂളിൻ്റെ ഈ ഒരു പോസ്. അതിനൊക്കെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. ഓഫീസ് കഴിഞ്ഞ് ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മേനെ കണ്ടിട്ടായിരിക്കും ഞാൻ തിരിച്ച് മുത്തിൻ്റെ വീട്ടിലോട്ട് പോവുക. ഓഫീസ് കഴിഞ്ഞ് എപ്പോൾ ചെന്നാലും ഞാൻ വിശന്ന് കരിഞ്ഞായിരിക്കും ചെല്ലുക. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണും, എന്താണോ ഉള്ളത് അത് ഞാൻ തിന്നിരിക്കും. ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ കാപ്പി എന്തേലും ഉണ്ടായിരിക്കും. ഇന്ന് അവിടെ ചെന്നപ്പോൾ അപ്പവും ചമ്മന്തിക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ ചെന്ന ഉടനെ ഒന്നും നോക്കിയില്ല, അപ്പോഴേ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. ഞാൻ ചെന്നില്ലെങ്കിലും അമ്മ എന്നെ വിളിക്കും, ഇന്ന് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പോയിട്ട് അങ്ങ് പോകത്തുള്ളൂ. പിന്നെ മുത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ, കാര്യം മുത്തിന് വിഷമാവരുതല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെയും വിശക്കും, അത് വേറൊരു കാര്യം. എന്നിട്ട് പിന്നെയും ഫുഡ് കഴിച്ചിട്ടായിരിക്കും കിടക്കുക. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.